ചൂണ്ടയിടാനാണ് പരിപാടി. കഴിഞ്ഞ വട്ടം ഫിഷ് റിലീസിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടവർക്കറിയാം. ഈ റോസക്കൊമ്പ് ഭയങ്കര അടങ്ങാൻ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോസ് ചെയ്യാൻ നിൽക്കുന്നില്ല. പോസ് ചെയ്താൽ നല്ല പണി കിട്ടും. ഫസ്റ്റ് എടുത്ത ടേക്ക് അങ്ങനെ പോയത്. പോസ് ചെയ്യാൻ പോയതാ. പോസ് ചെയ്തപ്പം ക്യാമറ ഈസ് സ്ലീപ്പിംഗ് ടാപ്പ് വേക്കപ്പ് എന്ന് പറഞ്ഞു കാണിച്ചു. പിന്നെ വേക്കപ്പ് ചെയ്ത് നോക്കിയപ്പം ഇതാ പോയല്ല. നമുക്ക് കാസ്റ്റ് ഏറിയയിലോട്ട് പോകാം. വിട്ടല് നല്ല തൂങ്ങി കിടപ്പുണ്ട്. നമ്മളിവിടെയാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഏറിയ ഇതാണ്. നമ്മുടെ തിലോപ്പിയയും മലമന്തിയും ഒക്കെ വരുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ മീനെ കിട്ടിയോ ഇല്ലയോ എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ മിക്കവാറും ഇടും, അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ഇടാൻ മാക്സിമം നോക്കണം. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ആരും ഒന്ന് വീഡിയോ നശിപ്പിക്കാതിരുന്നു. ഞാൻ കഴിഞ്ഞ ഇടയിലൊക്കെ കുറേ മാക്സിമം നോക്കിയെടുത്തതാണ്. എല്ലാം നശിച്ചു പോയി. എന്തെങ്കിലും ഒന്ന് നശിക്കാതെ കിട്ടിയാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്പം കാസ്റ്റ് ഭയങ്കര പാടാണ്. ഉടക്കി അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഉടക്കി ഇതൊക്കെ ഇഷ്ടമാണ്. ഇങ്ങോട്ട് നീക്കിടേ, ഇതെല്ലാം ഇറങ്ങിയാണെങ്കിൽ വരയ്ക്കുന്നുണ്ടല്ലോ, അടപ്പിക്കേണ്ട വരുമോ? ചൂണ്ട വിട നമുക്ക്. മീൻ കൊത്തി വരികയാണെങ്കിൽ മീൻ ചൂണ്ട കൊണ്ടുപോകാൻ തിരിച്ചു വരുമ്പോൾ ചൂണ്ട കമ്പി പിടിച്ച് വരയ്ക്കാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോ എടുക്കാനിരുന്നത് ഇവിടെ വെച്ചാണ്. ഒരു വരാലുണ്ടായിരുന്നു, അതിന് മുട്ടയും ഉണ്ടായിരുന്നു. ഒന്നും വെയിറ്റ് ഇവിടെ ഞാൻ കഥ പറഞ്ഞു തരാം. ഫുള്ള് കഥയുണ്ട്. ഇവിടെ ഞാനാണ് കുറേ നാളോട്ട് വരാലിനെ കാണുന്നുണ്ട്. ഇവിടെ വഴിയൊക്കെ നടപ്പുണ്ട്. എനിക്കറിയത്തില്ല ഇതിൻ്റെ മുട്ടയൊന്നും കണ്ട. ഞാനാണെങ്കിൽ ഈ ദേരാപാര നടന്ന് എപ്പോഴും അതിനെ നോക്കും. അതിനെ കാണുന്നുമില്ല. പക്ഷെ അമട്ടനാ സൈസ്. പോകുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം കുലുങ്ങി മറിച്ച് പോകുന്നത്. പിടിക്കാനാന്ന് പറഞ്ഞാൽ ജയമ്പപ്പ എൻ്റെ വലിയപ്പ വന്ന് അതേലോട്ട് ചെമ്പരത്തിയിട്ടങ്ങ് ഇളക്കുകയും അന്നേരം അതിൻ്റെ മുട്ടയെല്ലാം നശിച്ചു പോയി. പിന്നെ ഇത് എങ്ങോട്ടോ പോയി മുട്ടയുടെ. അടുത്ത മുട്ടയിടുമെന്തോ. ഭയങ്കര മഴ വരുന്നുണ്ട്. ഒരു മഴ അല്ല, മഴയുള്ളൂ. ചെറിയ കാറ്റ്. അതിനുവേണ്ടി ഞാൻ റെയിൻ ഡേ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ടായിരുന്നു. നല്ല വ്യൂസൊക്കെ കിട്ടി. താങ്ക് യു ഗൈസ്. അമ്മച്ചോളം ഫോണെ സംസാരിക്കുന്നു. കാറ്റോട് മറത്തോട്ട് പോയി. പിന്നെ ഇവിടെയൊക്കെ മീൻ വരാൻ തുടങ്ങി, കുഞ്ഞു കുഞ്ഞു മീൻ. അവിടെ തൂമ്പുണ്ട്, അവിടെ കയറി വരും. ഇവിടെ ഉണ്ട്. അവിടെ ഞങ്ങൾ ഓടിയിരിക്കുകയാണ്. ഞാൻ ഈ സ്ഥലമെല്ലാം ചുറ്റിക്കറങ്ങി കാണിക്കാം. ഞാൻ കഴിഞ്ഞ അവിടെ ഇങ്ങനെ ഒരു സ്ഥലം ചുറ്റിക്കറങ്ങി വീഡിയോ എടുത്തതാണ്. ഒരു പാമ്പ് ഫ്രണ്ട് വഴി പാസ് ചെയ്ത് പോയി. ഞാൻ പിന്നെ പേടിച്ച് നാട് കിടന്നു. അത് ഞാൻ തിലോപ്പിയൻ ഒരെണ്ണത്തിനെ ഇപ്പോൾ കാണിക്കാം. നിങ്ങളത് കണ്ടായിരുന്നോന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വഴി ഇങ്ങനെ വന്ന് അങ്ങോട്ട് എന്നെ കൊണ്ടുപോയി നാട് കിടന്നു. ഞാൻ എന്ത് നോക്കിയാ നിന്നെ എന്നാ അവിടെ ഉണ്ടായിരുന്നു പോയി. ഞാനന്ന് ഇവിടം വഴി വരുമായിരുന്നു. ഇവിടം വഴി ഇങ്ങനെ വരുമായിരുന്നു അങ്ങോട്ട്. ലൈക്ക് ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ നടന്നു വന്നത് ഓടി വരുമായിരുന്നു. അന്നേരമായിരുന്നു അവിടെ പാമ്പ് ഇങ്ങനെ വാസ് ചെയ്തു പോയി. ഞാൻ കണ്ട പാടെ തന്നെ ചാടി ഓടി. എന്നാൽ ഇങ്ങനെ മടലിപ്പോയി. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടിയിട്ട് ഇതാണ് ഈ മടൽ. ഇവിടെ ചാടിയിട്ട് അങ്ങോട്ട് ഓടി. ഈ കമ്പന്നേരമില്ല. ഞാൻ ഇങ്ങനോട് കമ്പ് കണ്ടപ്പോൾ ഒന്ന് തള്ളിയേക്കാന്ന് വിചാരിച്ചു. മറ്റേതൊന്നുമല്ലേ, കമ്പ് കണ്ടപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ്. ചാടി ഓടി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കൂട്ടുണ്ട്. മോശമല്ലേ? ഇപ്പോൾ ഒരു മീൻ വന്നതാണ്. വീണ്ടും ഞാൻ കളഞ്ഞില്ല. ഈ പാല് കുട്ടിയൊക്കെ മേലെ അടിയെല്ലാം നനഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ട വീഡിയോ എടുക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ
ഒരു കഷ്ടപ്പാടില്ല ഞാൻ. ആ പെയ്ത് പോകൊണ്ട് പെയ്യാൻ തുടങ്ങി. ആകാശം കാണിക്കും. ഇപ്പോൾ ഒരു വെള്ളം നിങ്ങളുടെ മുട്ടയ്ക്ക് വീണതാണ്. വെള്ളത്തോട് വന്നത് കഴിക്കണം. നമ്മളെല്ലാവരും ബ്ലോഗ് എടുക്കും. അവിടെ പെയ്തും മഴയാണ്. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഞാനൊക്കെ എന്തെങ്കിലും ആണോ, നമുക്ക് മഴ കൊണ്ട് ഒരു കൂട്ടലുമല്ല. കപ്പക്കട്ടേന്ന് കഷ്ടപ്പെടില്ല. മഴത്തിന് ഒരു വൈബാണ്. ഇച്ചിരി കട്ടൻ ചായ കുടിച്ച് കിടക്കണം. ഇന്നലെ അതിൻ്റെ ഒരു വീഡിയോ കണ്ടതേ ഉള്ളൂ. കട്ടൻ ചായ കിടന്നതാ. മിന്നലടിച്ച് മുഖത്തേക്കടിച്ച്. മിന്നൽ വന്ന് മുഖത്തേക്കടിച്ച് കട്ടൻ ചായയും കുടിച്ച് പിന്നെ വന്ന് വായും പിരിച്ച് കിടക്കണമെന്ന് പറഞ്ഞ് പിള്ളേരും പിന്നെ ആരായിരുന്നു പിള്ളേരും മോനും കൂടെ വന്ന് കിടന്നതാ. പണി കിട്ടി. മിന്നൽ വന്ന് പെരയുടെ ഫ്രണ്ടിലടിച്ച്. രണ്ടെണ്ണത്തിനും ആശ്വാസം. പിള്ളേർ കുറേ നേരമായിട്ട് പറയുന്നു ആശ്വാസം കിട്ടുന്നില്ല, ആശ്വാസം കിട്ടും. ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞിരുന്നതാ. മിന്നൽ വന്ന് കൊടുത്ത് നല്ല ആശ്വാസം. ഓക്കെ, ഞാൻ എവിടെ വെച്ച് വ്ലോഗ് നിർത്താൻ ഞാൻ നടക്കുന്നത് ഒരു കാര്യമുണ്ട്. നീ ചൂണ്ടയിൽ പിടിച്ചിട്ടില്ല. ഇങ്ങനെ വ്ലോഗ് നടക്കുക. അതെ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പടക്കേന്ന് പറഞ്ഞ് മീനെ കടിക്കുമെന്ന് വിചാരിച്ചതാണ്. ഇത് മിക്കവാറും ഫുൾ വീഡിയോ ആകും. ഷോർട്ടായിട്ട് ഇറങ്ങിയാൽ മതി. എനിക്കങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം. ഷോർട്ട് വീഡിയോ ആയിട്ട് വല്ല എനിക്ക്. പക്ഷേ ഞാനാണെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും ഡിസ്ലൈക്കും ഒന്നും നോക്കത്തില്ല. ഞാനിങ്ങനെ കമൻറ്റ് നോക്കത്തില്ല. കമൻറ്റ് വന്നോ നോക്കത്തില്ല. ലൈക്ക് വന്നോ നോക്കത്തില്ല. ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വ്യൂവിങ്. എനിക്ക് എത്ര പേര് കണ്ടെന്ന് പറഞ്ഞാൽ മതി. അന്നേരം ഒരു സന്തോഷം. ഇന്ന ആൾ കണ്ട്, ഇത്രയും പേര് കണ്ട്. ഇന്ന ആളും പോട്ടെ, ഇങ്ങനത്തെ ഇത്ര ആൾ കണ്ട്. അങ്ങനെ ഒരു കാണുമ്പോൾ ഇപ്പോൾ 2000 വ്യൂസൊക്കെ കിട്ടുമ്പോഴത്തേനൊരു സന്തോഷമുണ്ട്. എല്ലാവരുടെയും വലിയപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ കാണിച്ചു നടക്കാം. ഷോ ആകും. പിന്നെ ഓക്കെ, ഞാൻ കുറേ എക്സ്പ്രഷൻ ഇട്ട് സംസാരിക്കുന്നതാണ്. എൻ്റെ ശബ്ദം അല്ലായിരിക്കും ഇതിനകത്ത് കേൾക്കുന്നത്. ഈ ശബ്ദം അല്ല എൻ്റെ ഒരു വലിയ ശബ്ദമുണ്ട്. എൻ്റെ ശബ്ദം അല്ലായിരിക്കും ഇതിനകത്ത് കേൾക്കുന്നത്. കുഞ്ഞു ഇങ്ങനൊരു ശബ്ദമായിരിക്കും. ഇങ്ങനൊരു ശബ്ദം കേൾക്കും. അങ്ങനത്തെ ഒരു ശബ്ദമായിരിക്കും. ശരിക്കും ആ ശബ്ദമല്ല എൻ്റെ കേട്ടോ. മഴയ്ക്ക് വിശ്വസിച്ച് പോകണം. കള്ളമൊന്നും അല്ല കേട്ടോ. അദ്ദേഹത്തിന് തന്നെ പറയുന്നതാണ്. ഞങ്ങളുടെ ഡയറക്ടർ റോഡ് ചുമ്മാ ആവുണ്ട്. ഒരു വാഹ തരത്തില്ല. കണക്കാണ്. ഇതേലൊക്കെ നല്ലതായിട്ട് മാങ്ങുന്നുണ്ട്. അവിടെയൊക്കെ കിടപ്പുണ്ട്. ഉണ്ട്. പട്ടി വന്ന് കടിക്കുന്നതിന് വീഡിയോ അതിൻ്റെ മീനാണ്. പട്ടീനെ കൊണ്ട് അടി ഏൽപ്പിക്കാൻ. പട്ടീനെ അവർ തുറന്നു വിട്ടേക്കും. അവിടെ ഒന്നും കൂടെ നമുക്ക് പോയി സ്ഥലം നോക്കാം. ഇതായി എല്ലാം ഉടക്കി വലിച്ചോണ്ട് ഒഴിയോ. ഇന്നൊന്നും മീൻ ഇത് വരത്തില്ല, അത് ഉറപ്പിച്ചു. ഇതാണ് എൻ്റെ സ്വീറ്റ് ഹോം. എൻ്റെ ഒരു സ്വീറ്റ് കുഞ്ഞ് പിന്നെ പപ്പയുടെ വർക്ക്ഷോപ്പ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് ചുമ്മാ ചുറ്റിക്കറങ്ങാം. വാഴയെല്ലാം പടന്നു. എൻ്റെ ചേച്ചീനെ പോലത്തെ 2 പേരാണ് അവിടെ വീണ് കിടക്കുന്നത്. നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വന്നില്ല. ഞാൻ വേറൊരു വ്ലോഗിൽ വന്നത് ഓർത്തുപോയി. ഇവിടെ ഞാൻ വരാൽ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ വെള്ളം കയറി പോകുന്നപ്പോൾ വരാലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ടല്ലേ, വേണ്ട കേട്ടോ. നമുക്കില്ല ചുമ്മാ അങ്ങോട്ട് ചുറ്റിക്കറങ്ങി ഞാൻ കാണിക്കാം. ഞാൻ കാടെല്ലാം പോയി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടൊരു ഓടും. എൻ്റെ പറമ്പെല്ലാം ഞങ്ങളുടെ ഗ്രൗണ്ട് അവിടെയാണ്. ഇവിടം വഴി ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോകണം. സൈക്കിളൊക്കെ പോകാറുണ്ട്. ചേട്ടന്മാരെല്ലാം എന്നെ കൊണ്ടുപോകാതിരിക്കും. മാസം നോക്കും. ഞാൻ പോയി. ഞാനാരാ പോകും. മുയല് ഇവിടുത്തെ ഒരു ഇലയാകും. അതെന്താ സാധനം?
ഇതെന്തോ ഒരു സാധനം ഇങ്ങോട്ടൊരു സാധനം പടച്ചു വിട്ട് കയറിയായിരുന്നില്ല. പാളത്തി എങ്ങാണ്ടാണ് ഈ സാധനം. ഞാനത് വീഡിയോ ലാസ്റ്റ് നോക്കിക്കോളാം. ഇവിടെ ഇറച്ച മീനാണ്. ഓക്കെ ഗൈസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നേരമായെന്ന് എൻ്റെ മനസ്സെന്നോട് പറയുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.